നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. A prayerful meeting with you. Welcome to Jesus Kids. കഥകൾക്ക് ജീവൻ വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് സ്വാധീനം ചെലുത്തും. ഓരോ കഥാപാത്രവും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കണ്ടെടുത്തതായതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥ സുപരിചിതമാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലസ് ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയട്ടെ. പറ നോക്കട്ടെ. ബില്ലിന്റെ മിടുക്ക്. ഒരു വല്ലാത്ത അവസ്ഥ. ഇതിപ്പോ പറയുന്ന ആർക്കാ പറ്റാത്തത്? അന്നാ ബ്ലസ് ചേച്ചി എന്ന് പറ. എന്റെ അവസ്ഥ വളരെ പരിതാപകരം. വളരെ പരിതാപകരമാണ് ബില്ലിന്റെ അവസ്ഥയെന്ന്. ബ്ലസ് ചേച്ചി നിന്ന് കിണുങ്ങാതെ നമ്മുടെ കൂട്ടുകാർ ഇവിടെ കാത്തിരിക്കുക. എങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് വൈകുന്നേരം വരെ ചുട്ട കളിയാ. ഫിസിക്സിന് നല്ലതാ ഗെയിംസ്. ഫിസിക്സും ഗെയിംസുമായിട്ട് എന്താ ഒരു ബന്ധം? അതായത് ശരീരത്തിന് നല്ലതാണെന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ അവധി കിട്ടുന്ന ദിവസം എനിക്ക് എന്ത് ഹാപ്പിയാണെന്നോ. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മൾ പഠിക്കാതെ കളിച്ചു നടന്നാ അത് പ്രശ്നാവും. അതിന് ഞാൻ രാത്രി പോയിട്ട് പഠിക്കും. എനിക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാനേ ചില ഒറ്റമൂലികളൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റമൂലിയോ? ഉറക്കം വരാതിരിക്കാനോ? അതേന്ന് ചില നൈസ് പൊടിക്കൈകൾ. കപില് കാര്യം പറ കേട്ടോ. അല്പം വെള്ളം എടുത്ത് കാല് വെള്ളത്തിലിറക്കി വെച്ച് പഠിച്ചാൽ ഉറക്കം വരില്ല മോട്ടു. നേരാണോ കപില് ഈ പറയുന്നത്? അതേന്ന്, ഞാൻ ദിവസവും അതല്ലേ ചെയ്യുന്നത്. അതെയോ? എന്താണ് ഗംഭീർ ചാക്കമൊക്കെ? അതെ, ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ചന്തയിൽ നിന്നാണോ? അതെ, അച്ഛന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാനാ ചന്തയിൽ പോകുന്നത്. ഗംഭീർ കളിക്കാൻ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഇത് കൊണ്ടുവച്ചിട്ട് സമയമുണ്ടെങ്കിൽ വരാം. ശരി, എങ്കിലേ വേഗം പോയിട്ട് വാ. ഞങ്ങൾ അപ്പോഴേക്കും ഒരു ഗെയിം കളിക്കട്ടെ. വാ. ഗംഭീറിന് എന്ത് സങ്കടം ഉണ്ടാവും? അതെ, കളിച്ചു നടക്കേണ്ട പ്രായത്തിലാ ഇങ്ങനെ ഒരു അവസ്ഥ. വാ മോട്ടു, നമുക്ക് കളിക്കാൻ പോവാം. ആ ഗംഭീറിന്റെ ദുഃഖം കണ്ടപ്പോ ആകെ ഒരു മൂഡ് ഓഫ്. നമ്മൾ ദുഃഖിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്നാലും ആ ഗംഭീർ, എനിക്കും വിഷമമുണ്ടെന്നേ. നമ്മളെന്ത് ചെയ്യാനാ? പാവം ഗംഭീരല്ലേ. വാ, നമുക്ക് പോവാം.
കളിച്ച് മടുത്തു. മോട്ടുവിന് പഴയ സ്റ്റാമിന ഒന്നുമില്ല കേട്ടോ. അല്പം വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു. ദേ ആ പീലിത്തത്തിയുടെ അടുത്ത് പോയ വെള്ളം എടുക്കാം. വേഗം ചെല്ല്. അത് ശരിയാ. എങ്കിലും ഞാൻ പോയിട്ട് അല്പം വെള്ളം എടുത്തിട്ട് വരാം. ഓ ജനമൻ 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 വെള്ളം വരട്ടെ വെള്ളം വരട്ടെ. ദാ, ഇത് കുടിച്ചോ. കുടിക്കങ്ങനെ. സമാധാനായി. എന്തൊരാശ്വാസം ഇപ്പോ. അതെ, പീലി അവിടെ പഠിക്കുക. ഞാൻ കൊറേ വിളിച്ചു കളിക്കാൻ. ഓ പീലി ഒരു പുസ്തക പുഴുവാന്നേ. പുസ്തകപ്പുഴു എന്നൊന്നും പറയണ്ട. പീലി അങ്ങനെ പഠിക്കുന്നത് കൊണ്ടാ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുന്നേ. പഠിത്തം മാത്രം പോരെ മോട്ടു, അല്പം കളിയൊക്കെ ആകാം. കളിയൊക്കെ വേണം, പക്ഷേ നമ്മളെ പോലെ ഇങ്ങനെ ഫുൾ ടൈം കളിയായാലോ? പിന്നെ നമ്മള് കളിക്കാതെ ഫുൾ ടൈം പഠിച്ച് കളക്ടറാകാൻ പോവല്ലേ. കളക്ടർ ആയില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ആവും, എന്തെങ്കിലും ഒക്കെ ആവും. വേണം വേണം. വാ മോട്ടു, നമുക്ക് കളിക്കാം. വെറുതെ വാചകം വിളിച്ച് സമയം നമുക്ക് കളയണ്ട. വീട്ടിൽ പോയാലോ? കളിക്കാതെയോ? എന്താ മോട്ടു ഇത്? ഇനി നാളെ നമുക്ക് കളിക്കാം. മോട്ടു വാ, നമുക്ക് കുറച്ചുകൂടി കളിക്കാമെന്നേ. വാ, ഇവന്റെ ഒരു കാര്യം. ഒറ്റ ഗെയിം കൂടി, ഒറ്റ ഗെയിം കൂടി. നീ കളിക്കാം. നീ ജയിച്ചോ? എനിക്കറിയായിരുന്നു നീ ജയിക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞതാ കളിക്കണ്ടാന്ന്. വീണ്ടും വീണ്ടും എന്താ മോട്ടു ഇത്? അയ്യടാ. അല്ല കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ കളി നിർത്തിയില്ലേ? നിർത്താനോ? ഗംഭീരം. ഞങ്ങൾ ഇത്തിരി കൂടെ നേരം കളിക്കാന്ന് വെച്ചു. അല്ല, ഞങ്ങള് ഗംഭീറിനെ കാത്തിരിക്കായിരുന്നു. കളിക്കാൻ കൂടുന്നില്ലേ? അതെ ഗംഭീർ, വാ അല്പം കളിക്കാം. നേരാ ചങ്ങാതിമാരെ, പക്ഷേ അല്പം തീർക്കുണ്ട്. കടയിൽ പോണം, സാധനങ്ങൾ വാങ്ങണം. ഓ അതൊന്നും സാരമില്ലെന്നേ. കുറച്ച് സമയം നമുക്ക് കളിക്കാം. വേണ്ട വേണ്ട, എനിക്ക് സമയമില്ല. കുറച്ച് സമയം, എന്നിട്ട് കടയിൽ പോവാം. ഞാൻ കുറച്ചു നേരം കളിക്കാം. എനിക്ക് വേഗം പോണോട്ടോ. ഇതവിടെ വെക്ക്. എന്നിട്ട് വാ. നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗംഭീര കളത്തിൽ കളിച്ചോ? മോട്ട് തോറ്റു നിൽക്കുക. നന്നായിട്ട് അങ്ങോട്ട് തോൽപ്പിച്ചു വിട്ടാൽ ഇന്നത്തെ കരിക്കുശാൽ. റെഡി സ്റ്റാർട്ട്. ഓ കളിയായി കളിക്കുന്നേ. കളി കളി സൂക്ഷിച്ച് കളിക്ക്. അയ്യേ, എന്നാ പിടിച്ചോ. അങ്ങനെ തന്നെ. ഇതാണ് കളി, ഇതാണ് കളി. ഉഗ്ര കളിയാണല്ലോ. അതന്നെ കളി കളി. കൊടേ കൊടേ കൊടേ. അതന്നെ. പോട്ടെ പോട്ടെ. കളി. ഗംഭീര, ഇതെനിക്ക് കളി കിട്ടിട്ടോ.
അങ്ങനെ തന്നെ ready? ആ, very good, very good. ആ, കൊള്ളു. ഇപ്പൊ കാണിച്ചു ആ, മുകളിലേക്ക് ആ ചാടി ആ പോട്ടെ എന്നാ പിടിച്ചോ. ഗംഭീർ ഒരു ഉഗ്ര സർവീസ് ചെയ്യേ ആ ചാടി അങ്ങനെ തന്നെ ആ കൊടേ എവിടെ പോയി? അങ്ങനെ തന്നെ ഗംഭീർ ആ ഗംഭീർ അടി ആ പോട്ടെ ഗംഭീർ അടിച്ചോ കൊടേ അല്ല ഗംഭീരെ കപിലിനെ കാണുന്നില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും കാണും. ദൈവമേ, എന്റെ മണി ബാഗ് കാണുന്നില്ലല്ലോ. അത് ഗംഭീർ എവിടെയാ വെച്ചത്? ഇവിടെ വെച്ചത്. അയ്യോ, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും പണവുമെല്ലാം അതിലാ ഉള്ളത്. കപിലിനെയും കാണുന്നില്ല. ഇനി അവൻ അതെങ്ങാനും എടുത്തിട്ട് പോയോ? അയ്യോ, ആ ചതിയൻ എന്റെ പണവുമായി പോയെന്നാ തോന്നുന്നത്. അയ്യോ, എന്നാലും കപില് എന്ത് പണിയാ കാണിച്ചത്? പണമല്ല പ്രശ്നം, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും അവൻ കൊണ്ടുപോയി. അതാ പ്രശ്നം. അതെ, പണം തൽക്കാലം കൊടുക്കാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങായിരുന്നു. പക്ഷെ ലിസ്റ്റ് കിട്ടണ്ടേ? അയ്യോ, ഞാനിനി എന്തു ചെയ്യുമെന്നു. വാ, നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. ചിലപ്പോ അവൻ എവിടെയെങ്കിലും കാണുമായിരിക്കും. വാ. അയ്യോ, സാരമില്ല, നീ കരയല്ലേ. നമുക്ക് കണ്ടുപിടിക്കാന്നേ. ബഹാരോ ഫൂല് ബർസാവൂ മേരാ എന്താ മക്കളെ, ധൃതിയിലാണല്ലോ. എങ്ങോട്ടാ? അത് സാറേ, ഞങ്ങൾ ആ കപിലിനെ അന്വേഷിച്ചു വന്നതാ. എന്താ ഗംഭീർ, മുഖത്തൊരു വാട്ടം. കരയാതെ കാര്യം പറയൂ ഗംഭീർ. സാറേ, ഇവനെ ആ കപില് പറ്റിച്ചു. എന്താ ഉണ്ടായത്? അത് സാറേ, ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പോ ഓഹോ, അതാണോ കാര്യം? അവൻ ആള് കൊള്ളാമല്ലോ. സാർ, എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ. സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. എന്തായാലും അവൻ നാടുവിട്ട് പോകുകയൊന്നുമില്ലല്ലോ. നമുക്ക് നോക്കാം. നേരം വൈകി, മഴയും പെയ്യുന്നുണ്ട്. ഈ ഗംഭീർ കളിക്കാൻ തന്നതാ പ്രശ്നമായത്. സാരമില്ല, നമുക്ക് അവനെ ഒന്ന് അന്വേഷിക്കാം. അവൻ ആ പണം കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി നല്ല ഫുഡ് അടിച്ചിട്ടുണ്ടാവും. നമ്മൾ അവനെ കാണട്ടെ. അതുവരെ നിങ്ങൾ സമാധാനിക്ക്. വാ, നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് അവനെ നോക്കാം. എന്തൊരു മഴയായത്! കൊടയെടുക്കാഞ്ഞത് മണ്ടത്തരമായി. അതെ അതെ, ധാരാ നമ്മുടെ കപിലല്ലേ? സാറേ, ഞാനേ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയതാ. അപ്പോഴാ ഭയങ്കര മഴ. അപ്പൊ ഇവിടെ കപിലത് എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടുന്നത്? സാറേ, ഇത് ഗംഭീറിന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളാ. ഗംഭീറിന്റെ വീട്ടിലേക്കോ? അതേന്ന്. ഈ ഗംഭീർ കളിക്കുകയായിരുന്നു. അവൻ കടയിൽ പോകാൻ വന്ന സമയത്ത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടാ അവൻ കളിച്ചത്. അതിന് അവന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ എനിക്ക് ദയ തോന്നി. അവൻ കളിക്കട്ടെ, അവന്റെ സാധനങ്ങൾ മാർക്കറ്റിൽ പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് കരുതി. മോനെ, നിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചെന്നോ? അതെ മോനെ, ഞങ്ങൾ വിചാരിച്ചു നീ ഗംഭീറിന്റെ പണവുമായി കടന്നു കളഞ്ഞുവെന്ന്. ഓ സാർ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരിക്കലുമല്ല മോനെ, നിന്റെ കൂട്ടുകാരനെ നീ സഹായിച്ചു. അവനെ മനസ്സിലാക്കി നീ ചെയ്തതാണ് ശരി. കൂട്ടുകാരെ സഹായിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കരുത്. അവരെ സഹായിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാകും. ക്ഷമിക്കുക കപിലേ. നന്ദിയുണ്ട് ചങ്ങാതി, നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരനെ നൽകിയത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നന്മകൾ പുഷ്പിക്കുന്നത് കഥകളിൽ മാത്രമല്ല, കാഴ്ചകളിലുമുണ്ട്. കളർഫുൾ കാഴ്ചകളുമായി ഇതാ ദേവ്സിസ് ആർ റെഡി. വചനത്തിന്റെ ചിത്രാവിഷ്കാരത്തിലേക്ക് നമുക്ക് പോകാം. ചിത്രശാല. പ്രിയ കൊച്ചുകൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ബാലാം തൻ്റെ കഴുതപ്പുറത്ത് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെടുന്ന ഒരു ചിത്രമാണ് ഇന്ന് വരയ്ക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള വായന. ബാലാമിൻ്റെ കഴുത. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്കു ജീനിയിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം
കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. നമ്മളുടെ യാത്രകളും ഉദ്ദേശങ്ങളും വിവേകശൂന്യമാകുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ ഇടപെടൽ തിരിച്ചറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്രങ്ങളിലൂടെയുള്ള കാഴ്ചകൾ മനോഹരം. ദേവസി സാറിന്റെ കരവിരുത് ദൈവം മഹത്വം. നിങ്ങൾക്കുമാകാം രചനകൾ. അതെല്ലാം ജീസസ് കിഡ്സുമായി പങ്കുവയ്ക്കൂ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 673528. ഒരുപാട് സ്വപ്നങ്ങൾ കാണട്ടെ എന്ന ആശംസകളോടെ എന്നും പരസ്പരം പ്രാർത്ഥിക്കുമെന്ന ഉറപ്പോടെ നമസ്കാരം.